കലാഭവൻ നവാസിൻ്റെ വിയോഗം, നടനും മിമിക്രി താരവുമായ കലാഭവൻ നവാസിൻ്റെ വിയോഗം വീട്ടുകാർക്കും ബന്ധുക്കൾക്കും സഹപാഠികൾക്കും ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വിയോഗമായിരുന്നു. ഷൂട്ടിങ്ങിനായി 25-ാം തീയതി തന്നെ ചോറ്റാനിക്കര അവിടെ വന്നു ലോഡ്ജിൽ താമസമാവുകയും ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ടോടു കൂടി ഷൂട്ടിംഗ് അവസാനിപ്പിച്ച് തിരികെ വീട്ടിലെത്താൻ പോകുമ്പോഴായിരുന്നു ഈ സംഭവം. തിരികെ ഭാര്യയെയും മക്കളെയും വീട്ടിലെത്തി ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. വളരെ വേദനാജനകമായൊരു വാർത്തയാണ്. ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നെഞ്ചുവേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അത് കാണിക്കാനോ ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നും തയ്യാറായില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. എല്ലാ സഹപാഠികളും സിനിമാ ലോകത്തെ ഓരോരുത്തരും വന്ന് കണ്ടു. ആലുവയിലെ വീട്ടിൽ കൊണ്ടുവരികയും പിന്നീട് നേരെ അവിടുന്ന് ആലുവയുടെ ജുമാ മസ്ജിദിലായിരുന്നു അടക്കം. അവിടെയാണ് സിനിമാ പ്രവർത്തകർ ഓരോരുത്തരും വന്ന് കണ്ടത്. ആർക്കും തന്നെ വിശ്വസിക്കാൻ വയ്യ, ഇത്രയും അധികം ജനക്കൂട്ടം അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു എന്ന് ഇപ്പോഴാണ് അറിയാൻ സാധിച്ചത്. സിനിമാ നടൻ മമ്മൂട്ടി വരെ വന്നു കണ്ടു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഇത്രയും ആൾക്കാരുടെ മുന്നിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ അവിടുത്തെ കുട്ടികളുടെ കരച്ചിൽ ഒക്കെ കണ്ട് നിയാസിൻ്റെ മകളും നവാസിൻ്റെ മകളുടെയൊക്കെ കരച്ചിൽ കണ്ട് വിങ്ങിപ്പൊട്ടി ഓരോ ആൾക്കാരും നെഞ്ച് പൊട്ടി നീറി നിന്നാണ് ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ലൊരു നടനായിരുന്നു, മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് ഓരോരുത്തരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ വിഷമം ആണ്. അദ്ദേഹം 2 നില വീട്ടിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. അവിടുത്തെ വീട് ഉപേക്ഷിച്ചിട്ട് ആലുവയിൽ തന്നെ വന്ന് അവിടെ ഒരു 80 സെൻറ്റും മണ്ണുകൊണ്ട് നിറച്ച ഒരു വീടും ഒക്കെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ താമസം ഉറപ്പിച്ചു. 14 വർഷത്തോളമായി. അദ്ദേഹത്തിന് ഏറെ ഇഷ്ടം അദ്ദേഹത്തിൻ്റെ ഉമ്മായും ഭാര്യയും വെച്ച് കൊടുക്കുന്ന ആഹാരം കഴിക്കാനാണ്. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. ദുസ്വഭാവങ്ങളൊന്നും തന്നെ ഇല്ല. ആരോഗ്യ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചൊരു മനുഷ്യനായിരുന്നു. എന്ത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു ഭവനവും കൂട്ടുകാരും ഒക്കെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.